അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കാനും ഇരിക്കാനും ഒക്കെ നമുക്കൊരവസരം കിട്ടിയത്. ഇത് കിട്ടുക എന്നുള്ളത്, ഇവിടെ ഇരിക്കാൻ കഴിയുക എന്നുള്ളത്, ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് അള്ളാഹു തആല നമുക്ക് ഓരോരുത്തരും തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കാണണം. ഇങ്ങനെ ഇരിക്കാനും കേൾക്കാനും പറയാനും ഒന്നും കഴിയാത്ത പതിനായിരങ്ങളുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ നമ്മളെ മുന്നിലുണ്ട്. നമ്മൾ ഓരോ ഞായറാഴ്ചകളും നൂറുകണക്കിന് ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പഠിച്ച റബ്ബ് നമ്മളെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ട് ഈ ഭൂമിക്ക് പറഞ്ഞയച്ചാണ്. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഓരോ ദിവസവും ആലോചിച്ച് ആ അർത്ഥത്തിൽ അല്ലാഹു തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാനുള്ളൊരു മനസ്സ്. അപ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മളോട് പറയും. ഇപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞതുപോലെ കയ്യിലൊരു സാധനം വീണാൽ ആരെങ്കിലും എടുത്തു തന്നാൽ ഓ അൽഹംദുലില്ലാഹ് നമ്മളൊന്ന് ചിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നല്ല ഒരു സന്തോഷപ്രകടനം ഉണ്ടാവും, മുഖത്തത് കാണാൻ പറ്റും. ട്രാഫിക് പോയിൻറ്റിൽ കുടുങ്ങി കിടക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ഒന്ന് വിട്ടു തരികയാണെങ്കിൽ പൊയ്ക്കോ എന്നൊരു സിഗ്നൽ നമുക്ക് ഒരു പെർമിഷൻ തന്നാൽ നമുക്ക് ആളോട് സന്തോഷം ഉണ്ടാവും. അങ്ങനെ എന്തെന്ത് ഉപകാരം നമുക്ക് ഒരാൾ ചെയ്തു തന്നാലും ആ ചെയ്തു തന്ന ആളുകളോട് നമ്മൾ നന്ദി പ്രകടിപ്പിക്കും. പക്ഷെ പഠിച്ച റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹത്തിൻ്റെ തോതറിയണമെങ്കിൽ അതില്ലാതെ പോയ ആളുകളെ കാണുകയും കേൾക്കുകയും അവരോടൊപ്പം ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. ഇപ്പം നമ്മളിവിടെ വരുന്ന ഓരോ ആഴ്ചകളും ഈ കഴിഞ്ഞ 1-2 ആഴ്ചകൾ വന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അവരെ കുറച്ച് വീടുകൾ പോയി നോക്കിയപ്പോൾ കണ്ടതും ഇവിടുന്ന് കേട്ടതും ഒക്കെ കൂടി നോക്കുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടീൻ്റെ ഉമ്മയും ഓഫീസിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹോദരിമാരത്തൊക്കെ പറഞ്ഞു വെച്ചു. രജിസ്റ്റർ കഴിഞ്ഞതിന് ശേഷം അവർ വൈകുന്നേരം വിട്ട മെസ്സേജിൽ അതേപോലെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കൂട്ടി വായിച്ച് ആ സഹോദരൻ്റെ വീട്ടിലൊന്ന് പോയി. അതിൽ 15 വയസ്സായ പെൺകുട്ടി വാപ്പില്ലാത്ത പെൺകുട്ടിക്ക് ആ പെൺകുട്ടി ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്കൊന്ന് അധ്വാനിക്കാൻ പോയിക്കൂടെ. അത് പറയണത് ഒരു പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പ് നോക്കുന്ന ദിവസമാണ്. എല്ലാവരും മഗ്‌രിബിന്റെ സമയത്ത് പത്തിരിയും ഇറച്ചിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഒന്നും ഇല്ലല്ലോ, നിങ്ങൾക്കൊന്ന് പോയിക്കൂടെ എന്ന് പറയുമ്പോൾ വാപ്പ കൊണ്ടുവന്നരാനില്ല. ഉമ്മാക്ക് പണിക്ക് പോകാൻ ശാരീരികമായി സാധിക്കണില്ല, ഉച്ചവരോ ഉടയവരോ കൊണ്ടുപോയി കൊടുക്കാനില്ല. പക്ഷെ ആ ഒരു പറച്ചിൽ ആ ഉമ്മാൻ്റെ അടുത്തുണ്ടാകുന്ന വേദനകൾ അമ്മക്ക് താങ്ങാൻ അപ്പുറത്താണ്. ഈ കുട്ടി ഇത് പറഞ്ഞു തീരുമ്പോൾ ആ കുട്ടീൻ്റെ മനസ്സിനുള്ളിലുള്ള വേദന വളരെ ആഴത്തിലാണ്. പിന്നെ വീട്ടിൽ പോയി അവരെ വിളിച്ച് സംസാരിച്ചപ്പോഴൊക്കെ അവരനുഭവിക്കുന്ന വേദനകൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്നതിന് അപ്പുറത്താണ്. ആ കുട്ടീൻ്റെ സമനില തെറ്റിപ്പോവാണ്. ആ പശ്ചാത്തലത്തിലാണ് ഋഷിഭാഷ വിളിച്ചിട്ട് പറയണതും അത് സൈക്കാട്രി ഡോക്ടറെ കാണണമെന്ന് പറയണതും അവരാ കുട്ടിക്ക് വേണ്ട പരിചരണം കൊടുക്കുന്നതും. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ ഒരയൽപ്പക്ക ബന്ധം, ഒരു ഇസ്ലാമിക ബോധമുള്ളൊരു സൊസൈറ്റിയിലായിരുന്നെങ്കിൽ ബാപ്പില്ലാത്തൊരു കുട്ടിക്ക് രോഗിയായ ഉമ്മാനോട് എന്താ നിങ്ങൾക്ക് പണിക്ക് പോയിക്കൂടെ, എല്ലാവരും വീട്ടിലും നേരം പത്തിരി ഇറച്ചിട്ടുണ്ട് ഇവിടെ ഒന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ കുട്ടീനെ പറയാൻ പ്രേരിപ്പിച്ച ഘടകം, പറയാൻ പ്രേരിപ്പിച്ച മാനസികാവസ്ഥ അത് ഫില്ല് ചെയ്യാനാണ് നമ്മളെപ്പോലുള്ള ആളുകൾ പരിശ്രമിക്കേണ്ടത്. അൽഹംദുലില്ലാഹ് പിന്നെ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിൻ്റെ കിറ്റ് കൊടുത്തു, മാസത്തിൽ പെൻഷൻ കൊടുക്കാൻ പറഞ്ഞു, അതോടൊപ്പം മാസത്തിൽ ഇവിടുന്ന് മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. ആ കുടുംബത്തിന് ഒരുപാട് ആശ്വാസമായി. പക്ഷെ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു സംവിധാനം കൃത്യമായി ഇവിടെ നടന്നു പോകണതുകൊണ്ടാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ഇതുപോലുള്ള ആളുകളെ വേദനകൾ മനസ്സിലാക്കുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് നമ്മളൊക്കെ ബാധ്യതയാണ്, ഔദാര്യമല്ല എന്നുള്ളതാണ്. അതേപോലെ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച ഒരു സഹോദരി വന്നു. എൻ്റെ ഭർത്താവിന് സുഖമില്ലായിരുന്നു, കിടപ്പിലാണ് പറഞ്ഞു. അവർ വീട്ടിൽ പോയി നോക്കി. ഒരു ഓടിട്ട വീട്ടിൽ കൗക്കോൽമൽ
ഒരു കയറ് കെട്ടിയിട്ട് ആ കയറ് പിടിച്ചിട്ടാണ് എണീക്കുക, ആ കയറ് പിടിച്ചിട്ടാണ് കിടക്കുക, ആ കയറിൽ തൂങ്ങിയിട്ടാണ് വീൽ ചെയറിലേക്ക് ഇരിക്കുക. എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നട്ടിലിനുള്ളിലൊരു മുഴ വന്നു, അത് സർജറി ചെയ്തു, അരണ്ടിപ്പിടി തളർന്നു, അധ്വാനിക്കാൻ വയ്യ. ആകെ ചെയ്യുന്ന പണി കൈക്ക് ബലം ഉണ്ടായതുകൊണ്ട് ചാരി ഇരിക്കാനും കിടക്കാനും വീൽ ചെയറിലേക്ക് ഇരിക്കാനും മുറ്റത്തേക്ക് പോകാനും ഈ കൈക്ക് ബലം ഉണ്ടോണ്ട് സാധിക്കും. പക്ഷേ പഠിക്കുന്ന 3-4 കുട്ടികളുണ്ട്, 3 കുട്ടികളാ വീട്ടിലുണ്ട്, രോഗിയായ വാപ്പയുമുണ്ട്. ഈ ഭർത്താവിനിട്ട് ഒരു സെക്കൻഡ് പോലും പുറത്തേക്ക് പോകാൻ സാധിക്കണില്ല. അധ്വാനിച്ചുകൊണ്ടുവരാൻ അവിടെ വേറെ ആരുമില്ല. ആ സഹോദരൻ്റെ വീട്ടിൽ പോയ സഹോദരി പറഞ്ഞു, ഇങ്ങനെ സംവിധാനമുള്ളത് കുറച്ചും കൂടി മുമ്പ് അറിഞ്ഞില്ലല്ലോ, അറിയായിരുന്നെങ്കിൽ ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങൾ അതിങ്ങോട്ട് പറയണം. അപ്പോൾ താൽക്കാലിക ആശ്വാസമൊക്കെ ചെയ്യാൻ പറ്റി, പറയാൻ പറ്റി. വേറൊരു സഹോദരൻ കഴിഞ്ഞ ആഴ്ച വന്നത് 36 വയസ്സായിട്ടുണ്ട്. വീട്ടിൽ പോയി നോക്കിയപ്പോൾ പറഞ്ഞ്, ഞാൻ വീണു പോകുന്നു. കണ്ടാൽ എന്നെക്കാട്ടും പേഴ്സണാലിറ്റി ഉള്ള ഈ സദസ്സിൽ പലരെക്കാട്ടിലും ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ അങ്ങോട്ട് വീണത് എപ്പോഴെങ്കിലുമൊക്കെ അറിയും, വീകാൻ വേണ്ടി ചിലപ്പോൾ അറിയുന്നില്ല. അടി ചുമരുമലാണ്, പരിക്ക് പറ്റുകയാണ്. നിൽക്കുന്ന മനുഷ്യൻ ബോധം കിട്ട് വീണത് അത് അപസ്മാരമായിട്ട് മാറുന്നത് അറിയുന്നില്ല. അതിന് കൃത്യമായൊരു ഗുളിക കുടിക്കണം. ഞാൻ ചെറിയൊരു പണിക്ക് പോകുന്നുണ്ട്, ആ പണിക്ക് പോകുന്നതുകൊണ്ട് ഭാര്യ നോക്കണം, കുട്ടീനെ നോക്കണം, മരുന്ന് വേണം, സാധിക്കാത്തതുകൊണ്ടാണ് അവിടെ വന്നതെന്നാണ് പറയുന്നത്. അതേപോലെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 9ാം ക്ലാസ് പഠിക്കണ, 5 പഠിക്കണ, 3 പഠിക്കണ 3 കുട്ടികളുള്ള ഒരു ഉമ്മ 3 കുട്ടികളായിട്ട് വന്നു. ഭർത്താവ് മരിച്ചിട്ട് 3 മാസം കഴിഞ്ഞേ ഉള്ളൂ. ചോദിക്കണമെന്നൊന്നും ആ സഹോദരി മറുപടി പറയുന്നില്ല. പക്ഷെ പറയണ മുഴുവനും 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി വാചാലമായിട്ട് പറയണേ. എന്താ പറയുന്നത് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഒന്ന്, എൻ്റെ വീട്ടിൽ ഞാൻ കിടക്കുന്ന വാതിലിന് ജനവാതിലിന് പൊളിയില്ല, ഞാൻ കിടക്കുന്ന റൂമിൻ്റെ വാതിലിന് പൊളിയില്ല, ഒരു വാതിലിൻ്റെ പൊളിഞ്ഞിടാനായിട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. ഇന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നത് 9ാം ക്ലാസ് പഠിക്കുന്ന വളരെ മെല്ലിച്ച ഒരു കുട്ടി. അടുത്ത ദിവസം അവർ ആ വീട്ടിൽ പോയി നോക്കിയപ്പോൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. വാതിൽ ഒരു ഭാഗത്ത് പോയിട്ടുണ്ട്, ജനാലിൻ്റെ പൊളികളൊന്നുമില്ല, അകത്തൊരു റൂമിലും വാതിലില്ല. പക്ഷെ അടുക്കളയിൽ ചെന്നിട്ട് ഞാൻ വെറുതെ ആ ചുമരിനൊന്ന് വെറുതെ കുത്തി നോക്കി. അത് ഇങ്ങനെ ഇളകണമായിട്ട് ഞാൻ മാനം കണ്ടു. പക്ഷെ ചുമരിൻ്റെ മേത്ത് കൂടെ വീണില്ല, കാരണം അത് പിടുത്തമില്ല. പക്ഷെ ഇത്ര ലൂസായിട്ട് കിടക്കുകയാണെന്ന് ഞാൻ അറിയാത്തതുകൊണ്ട് കൈകൊണ്ട് വെറുതെ റീഡി അടിച്ചപ്പോൾ അത് നേരം കണ്ട് വരുമോ എന്ന് ചോദിച്ചു. ഓരോ നിങ്ങൾ റൂമിൽ കയറരുത്. തൊട്ടപ്പുറത്ത് പള്ളിയിൽ പോയി ജമാഅത്തിന് പോയപ്പോൾ അവിടെ ഒരാളെ കണ്ടു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ അവിടെ നിന്ന് കിട്ടിയ വിവരം എന്താ വെച്ചാൽ, ഓൻ ആത്മഹത്യ ചെയ്ത് പോയതാണല്ലോ. ഓൻ ആത്മഹത്യ ചെയ്തായിരിക്കും. പക്ഷേ ഈ ചെറിയ മക്കളെന്ത് വായിച്ചു, സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ നോക്കിയോളാം, എനിക്ക് ഈ നാട്ടിൽ വന്നിട്ട് പണിയെടുക്കാൻ കഴിയില്ല, നിങ്ങൾ ആ വീട്ടിൽ ജനവാതിലും വാതിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് ആ കല്ല് ചുമരുകളൊക്കെ ഒന്ന് മാറ്റി എത്ര പൈസ നമ്മൾ തരാം, അൽഹംദുലില്ലാ അവർ 2-3 പ്രാവശ്യം പോയി ഒന്ന് എൻ്റെ എസ്റ്റിമേറ്റൊക്കെ തന്ന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വിഷയം അവതരിപ്പിക്കുന്നത് 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് മാനക്കാട്ടിലും പ്രാപ്തിയുണ്ട് പറയാൻ. ആ വീട്ടിൽ ചെന്നപ്പോൾ 3 കുട്ടികളും സ്കൂളിൽ പോയിട്ടില്ല. ഒരു തിങ്കളാഴ്ചയാണ്. അങ്ങനെ 3 കുട്ടികളും അമ്മയായിരിക്കും. അപ്പം ഇന്ന് തിങ്കളാഴ്ച സ്കൂളിൽ ചോദിച്ചപ്പോൾ ഇന്നലെ അവിടെ വന്ന് പോന്നപ്പോഴത്തേനൊക്കെ ഭയങ്കര ക്ഷീണമായിപ്പോയി, ഇന്നിപ്പോൾ ആരും പോയിട്ടില്ല. അതായത് 3 കുട്ടികളും ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ഒറ്റപ്പെട്ട്. കാരണം അവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളെ ബാപ്പ സ്വയം ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ആ ഒരു നോട്ടത്തിലാണ്. പക്ഷേ ഈ 9ാം ക്ലാസ്സിൻ്റെ താഴെയുള്ള 3 കുട്ടികളും ഈ വിധവയായ വേണ്ടത്ര ഒന്നും പറഞ്ഞ് സമർത്ഥിക്കാൻ പറ്റാത്ത ഈ ഒരു ഭാര്യയും എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചാൽ, അപ്പോൾ സമൂഹത്തിലൊക്കെ മാർക്കിടൽ പലപ്പോഴും ഭർത്താവുണ്ടായ കാലത്ത് ആ ഭർത്താവിൻ്റെ ചില ചെയ്തികളാണ് ഈ മക്കൾക്ക് വേണ്ട ആനുകൂല്യം കിട്ടാതെക്കാനും അവരെ നോക്കാതെക്കാനൊക്കെ തടസ്സമായി നിൽക്കുമ്പോൾ നമ്മളൊക്കെ ബാധ്യതകൾ വളരെ കൂടുതലാണ്. അതേപോലെ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി, അതിന് താഴെ ഒരു പെൺകുട്ടി, അതിൻ്റെ താഴെ ഒരു പെൺകുട്ടി, അതിൻ്റെ താഴെയും പെൺകുട്ടി, 4 പെൺകുട്ടികളുള്ള ഒരു വാപ്പ, ഒരു ഉമ്മ. ആ കുടുംബം ഒന്നായിട്ട് വരികയാണ്. ഇവിടെ വന്ന് പറയണത് എന്താ വെച്ചാൽ, നല്ല മഴയാണ്, തകരഷെഡിലാണ് താമസിക്കുന്നത്, ചുമരുകൾ പോലെയാണ്, കാറ്റെടുത്ത് പോവാണ്, ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കൊരു വീടുണ്ടാക്കി തരുമെന്ന്. അന്നേരം തന്നെ നമ്മളൊക്കെ അവിടെ പോയി കണ്ടപ്പോഴും അവിടെ ആ പൊളിഞ്ഞിടാൻ ഒരു വീട്ടിൻ്റെ മുന്നിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ മഴയത്ത് ഞങ്ങൾ കൊട പിടിച്ച് നിൽക്കുമ്പോൾ 4 കുട്ടികളും ഈ ഉമ്മയും ബാപ്പയും ഞങ്ങളിങ്ങനെ നോക്കിക്കുന്ന രംഗങ്ങളുണ്ട്. കാരണം
ഒരു നിൽക്കുന്നത് ആ കുടിലിലൂടെയാണ്. ഒരു 4-2 6 ആൾ നിന്നാൽ ഞങ്ങൾക്ക് കൂടി നിൽക്കാൻ പറ്റാത്തത് ഞങ്ങൾ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കണം. കോട ചൂടിയില്ല. ഒരു നമ്മളെ നേരെ ഒരു നോട്ടമുണ്ട്, ഒരു പ്രതീക്ഷൻ്റെ നോട്ടം, ഒരു വീട് കിട്ടുമല്ലോ, എന്തെങ്കിലും ഒന്ന് ആവുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നോക്കാമെന്ന് പറഞ്ഞു പോന്നു. മറ്റൊരു സഹോദരി നല്ല വിദ്യാഭ്യാസം, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ള നല്ലൊരു പെൺകുട്ടി നല്ലൊരു സ്ഥാപനത്തിൽ ഏറ്റവും നല്ല ജോലി ചെയ്യുമ്പോഴാണ് വയറിനുള്ളിൽ പഴുപ്പ് വരുന്നതും രോഗം വരുന്നതും. അവസാനം ചികിത്സകളൊക്കെ തുടങ്ങി, മുടിയൊക്കെ കൊഴിഞ്ഞ് രൂപത്തിൻ്റെ ഒരു മാറ്റമൊക്കെ വന്നു. അവസാനം നോക്കാൻ ആളില്ലാതെ ഒറ്റപ്പെട്ടിടത്തേക്ക് പോകണം. ആ കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ, കാരണം നല്ല വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട്, നല്ല വിവരവും ഉണ്ടായതുകൊണ്ട്, ഈ രോഗത്തിൻ്റെ കാഠിന്യം ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അവരെ ആശ്വസിപ്പിക്കാൻ നമുക്കാണ് ബുദ്ധിമുട്ട്. അൽഹംദുലില്ലാഹ് അവിടെ പോയപ്പോൾ അവർക്ക് ആകെ ആവശ്യം ഒരു 16,000 രൂപേൻ്റെ ഒരു വാക്സിൻ അന്ന് വെക്കണം. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ 2,000-3,000 ഒക്കെ കൊടുത്തുപോയി. അവിടുന്ന് അന്വേഷിച്ചപ്പോൾ അത് നിർബന്ധമാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് 1-2 ആളോട് പറഞ്ഞപ്പോൾ തന്നെ അതിനെക്കാട്ടി കൂടുതൽ കിട്ടി. അത് കൊടുത്തു, ഓരത് ചെയ്തു. വളരെ സന്തോഷത്തിലാണ്. പറഞ്ഞു തരുന്നത് എന്തെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഓരോ ആളുകളും, അപ്പോൾ ഞാൻ അടുത്ത ഈ ഇഞ്ചക്ഷൻ 16,000 രൂപേൻ്റെ ഇഞ്ചക്ഷൻ അടിച്ചാൽ ഇനി എന്തൊക്കെ വരാൻ പറ്റും എന്നുള്ളത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യണത്. ജോലിക്ക് പോയാൽ ജോലിക്ക് സ്വീകരിക്കും, ജോലി ചെയ്യാൻ കാഴ്ചയെല്ലാം ആരോഗ്യമുണ്ട്. പക്ഷേ ജോലി സമയത്ത് 1 മണിക്കൂർ പോലും ഒരു സ്ഥാപനത്തിൽ ഇരിക്കാൻ കഴിയില്ല, വയറ് സംബന്ധമായ പല പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട്. ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് ഒരിക്കൽ വന്നത്. അതേപോലെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു സഹോദരൻ വന്ന് നേരെ ഓഫീസിൽ നിന്ന് ആദ്യം ചെയ്ത പണി എന്താ വെച്ചാൽ, എൻ്റെ അസുഖതാണ് പറഞ്ഞിട്ട് നേരെ ഷർട്ടിന് കയറി കഴിച്ച് ഇതുവരെ ഒന്നായിട്ട് സർജറി ചാക്ക് തുന്നിയതുപോലെ എടുത്തു തുന്നി. ഇതാണ് എൻ്റെ അവസ്ഥ. എന്നിട്ട് പിന്നെ കാണിക്കണത് കുപ്പായം പൊന്നിച്ചിട്ട് വീണ്ടും കാണിച്ചു തരാണ്. ഇവിടെ വേറെ അതിന് മുമ്പ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എനിക്കൊരു പണിക്ക് പോകാൻ കഴിയില്ല, എനിക്ക് മരുന്ന് കുടിക്കണം, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, എൻ്റെ വീട് പണി നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദ്യം വളരെ വ്യക്തമാണ്, കൂടുതലൊന്നും പറച്ചില്ല. നേരെ വരിക, ഷർട്ട് കഴിക്കുക, ഈ പറയേണ്ടത് സത്യമാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് കാണിച്ചു തരാം. ഇതാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ മറ്റൊരു സംഭവം. മറ്റൊരു സഹോദരി പറഞ്ഞു ഭർത്താവിൻ്റെ ശ്രദ്ധയില്ല. 3 കുട്ടികളാണ്. ഒരു കുട്ടിക്ക് 10ാം ക്ലാസ്സിൽ താഴെ ഒരു കുട്ടിക്ക് ഹൈപ്പർ ആക്ടിവിറ്റീസ് തന്നെ സംഗതി ഉണ്ടായിട്ട് കുട്ടി അടങ്ങിയിരിക്കുന്നില്ല. മറ്റൊരു കുട്ടിക്ക്, ചെറിയ കുട്ടിക്കാണ് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് കൃത്യമായിട്ട് മരുന്ന് കുടിക്കണം, വാടക കൊടുക്കാൻ കഴിയുന്നില്ല. കോട്ടേജിലാണ് താമസം, വാടകക്കാരെ ഇറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിന് താഴെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഹൈപ്പർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ രോഗം, മറ്റേ കുട്ടിക്ക് തൈറോയിഡ് വളരെ കൂടുതലായിട്ടും വാടക കൊടുക്കാൻ കഴിയാതെ, ഒരു മനുഷ്യനോട് ചോദിക്കാൻ കഴിയാതെ ഉള്ളു കുടുങ്ങി കിടക്കേണ്ട ഒരു കോട്ടേജ് താമസിക്കുന്ന ഒരു സ്ത്രീ. അവരും പോയി കണ്ടു, ആ നാട്ടിലെ ചില ആളുകളൊക്കെ ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. മറ്റൊരു രക്ഷിതാവ് കഴിഞ്ഞ ദിവസം ഒരു കുട്ടീനെ ഇങ്ങോട്ട് ഉരുട്ടിക്കൊണ്ടുവന്നു. കുട്ടിക്ക് 15 വയസ്സ്. അപ്പോൾ എന്താ പറഞ്ഞാൽ ആക്സിഡൻ്റ് അല്ല. വാപ്പ പറയാണ്, ജനിച്ച സമയത്ത് നട്ടലിലൊരു മുഴ ഉണ്ടായിരുന്നു, അത് സർജറി ചെയ്തു, അരൻ്റെ ഇപ്പോൾ തളർന്നു പോയി. ഇപ്പോൾ 15 വയസ്സ്, സ്കൂളിൽ പോകുന്നുണ്ട്, യൂറിൻ ട്യൂബ് ഉണ്ട്, ഡയപ്പർ എല്ലാ സമയത്തും വെക്കണം. ഓനെ സ്കൂൾ കൊണ്ടുപോകണ പണിയാണ് എനിക്ക്. അപ്പോൾ സ്കൂളിലേക്ക് വീൽ ചെയറിൽ കൊണ്ടുപോകും, മാഷന്മാർ സാറിന് ക്ലാസ്സിൽ ഇരുത്തും, എന്നിട്ട് ഞാനവിടെ പുറത്തിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് പണിക്കാൻ പോകണമെന്ന് വെച്ചാൽ, എനിക്ക് പകൽ പണിക്ക് പോകാൻ വയ്യ, രാത്രി ഞാനൊരു സെക്യൂരിറ്റി പണിക്ക് പോകും, രാത്രി ഞാൻ ഉറക്കൊഴിവാക്കി നിൽക്കും, ഈ പകൽ കുട്ടീനെ സ്കൂളിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഓൻ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അവിടെയുണ്ട് വേറൊരു കുട്ടി, ഈ ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടി. ഈ ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടീനെ നോക്കണം. 15 ദിവസമായ കുട്ടീനെ വീൽ ചെയറിൽ കൊണ്ടുപോകണം, അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ തിരിച്ചു കൊണ്ടുവരണം. ഈ കുട്ടീനെ കൊണ്ടുവരാനും മറ്റേ കുട്ടീനെ ശ്രദ്ധിക്കാനും വേണ്ടിയിട്ട് ബാപ്പ പകൽ പണിക്ക് പോകാതെ രാത്രി പണിക്ക് പോവാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും എന്നാലും ഈ പറഞ്ഞ ഒരവസ്ഥയൊക്കെ നമ്മൾ വന്നിട്ടില്ല. മറ്റൊരു സഹോദരി പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചു, ക്യാൻസറായിരുന്നു അസുഖം, അതിൻ്റെ വീട്ടിൽ പോയി നോക്കി. 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ആർട്ടിന് നല്ല സർജറി കഴിഞ്ഞാണ്. ആർട്ട് സർജറി കഴിഞ്ഞ് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയും അതിൻ്റെ താഴെ ഒരു കുട്ടിയും ഭർത്താവ് ക്യാൻസർ മരിച്ചും പോയി. ഇനി എന്ത് എന്നുള്ള ചോദ്യം പൂരിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തപ്പോഴാണ് ആ കുടുംബം അവിടെ കടന്നത്. വയനാട് ജില്ലയിൽ നിന്ന് 2-3 കുടുംബങ്ങൾ ഒന്നിച്ച് 2 ആഴ്ച മുമ്പ് വന്നിരുന്നു. ആ 3 കുടുംബത്തിൽ പോയി വയനാട്ടിൻ്റെ പല ഭാഗങ്ങളിൽ പോയി നോക്കിയപ്പോൾ അവരിവിടെ വന്ന സാഹചര്യങ്ങളുണ്ട്. ഒരാളെ ഭർത്താവ് മരത്തുമെന്ന് വീണ് മരിച്ചാണ്, മറ്റൊരാളെ ഭർത്താവ് ശ്വാസകോശ രോഗം വന്ന് മരിച്ചാണ്, മറ്റൊരാളെ ഭർത്താവ് അറ്റാക്ക് വന്ന് മരിച്ചതാണ്. അതിൽ ഒരു സഹോദരൻ്റെ മരിച്ചൊരു ആളെ ഭാര്യ, അതിൽ പെടുന്ന വരുന്നൊരു സഹോദരിക്ക് ബയോപ്സിക്ക് റിസൾട്ട്
ഇന്നോ നാളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരിക്കൽ ബേജാറായി കാണുന്ന സമയത്താണ് ആ സഹോദരി വിളിച്ചുകൊണ്ടിരിക്കണം, ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളവിടെ ചെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെത്തിയ ഒരാൾ പറയണേ ഞാൻ 1 മണിയായി രാത്രി വീട്ടിലെത്തിയപ്പോൾ, മറ്റൊരാൾ പറയണേ 12 മണിയായി വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ എന്ത് പറ്റിച്ചും ചുരത്തിൽ ബ്ലോക്കായി. അവസാനം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, ആങ്ങളാരെ വിളിച്ചു, വേറെ വണ്ടിക്കാർ വന്നു. 1 മണിക്ക് ശേഷമാണ് ആ കൊടും കാടിനുള്ളുകളിലൊക്കെ ഈ സഹോദരങ്ങൾ എത്തിപ്പെട്ട്. ഒരു വിധം നിർവാഹമുണ്ടെങ്കിൽ ഈ ചുരം ഇറങ്ങിയിട്ട് 3 സഹോദരിമാർ കൂടി ഇങ്ങോട്ട് എത്തൂലല്ലോ. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഓരോടും അവനൊക്കെ ചെയ്തു തരാൻ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. മറ്റൊരു സഹോദരൻ, നല്ല ആരോഗ്യമുള്ളൊരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടി ഇതാണ്, ഇവന് ബോധം കെട്ട് പോവുകയാണ്, ഇവൻ്റെ താടി പൊട്ടിയിട്ടുണ്ട്, ഇവൻ്റെ ഇടയ്ക്കിടയ്ക്ക് പോകും, നീച്ചിരുന്നാൽ പോകും, തടന്നാൽ പോകും, എപ്പോഴും വീഴ്ച അവന് പണി. താടിൻ്റെ ഇവിടെയൊക്കെ കുറേ അടയാളങ്ങൾ കാണിച്ചു തന്നു. എനിക്ക് കൂലിപ്പണിക്ക് പോകാൻ വയ്യ. ഇതിലൊക്കെ അപ്പുറം എൻ്റെ ഉമ്മ വീട്ടിലുണ്ട്, ഡയാലിസിസ് ചെയ്ത് കിടക്കുകയാണ്. ആകെത്ര വലിപ്പം ചെന്ന് നോക്കിയപ്പോൾ ആ വീടിൻ്റെ ഒരു ഭാഗം ചൂരാണ്. ഇങ്ങനെ എടുത്തിട്ട് ഒരാൾക്ക് കൊണ്ടാകുമ്പോൾ എൻ്റെ മെച്ചിനെക്കാട്ടിലും വലിയൊരു താത്ത. പക്ഷേ അതിന് ഡയാലിസിന് കൊണ്ടുപോകണം. ഈ കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടീനെ ശ്രദ്ധിക്കണം, ഈ ഉമ്മാനെ ശ്രദ്ധിക്കണം. വീട് ചോറിട്ട് കറണ്ട് പിടിക്കണ വേറൊരു ഭാഗത്ത്. ഇങ്ങനെ ഉള്ളൊരുക്കത്തുള്ള മറ്റൊരു സഹോദരനാണ് കഴിഞ്ഞ ആഴ്ച വന്നത്. അതേപോലെ നമ്മൾ കുറേ സഹോദരിമാരെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പോയൊരു ഷെഡ്. ഒരു സഹോദരി വന്നിട്ട് പറയണേ, നിൻ്റെ ഭർത്താവാണിത് ആറ്റിനെ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പണിക്ക് പോകാൻ നിവൃത്തിയില്ല, ആമക്കളില്ല, പെൺകുട്ടികളൊക്കെ കെട്ടിച്ചു, വീട് കടായി, വിറ്റു, ഷെഡിലാണ് താമസിക്കുന്നത്, അവിടെ കറണ്ടില്ല, അവിടെ ടോയ്ലറ്റില്ല, അവിടെ കിണറുമില്ല, അധ്വാനിച്ചുള്ള ആമക്കളുമില്ല, ഒന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുമെന്ന്. കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ വീട്ടിൽ കിണറില്ല, ഞങ്ങൾക്ക് ടോയ്ലറ്റില്ല, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, ഒരു ഷെഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്തോളിയെന്ന്. പോയി നോക്കി. പിന്നെ അൽഹംദുലില്ലാ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ടോയ്ലറ്റിൻ്റെ പണി പൂർത്തിയാനായി. കറണ്ടിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ബാക്കിയുള്ള പണികളായി. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കിണറിൻ്റെ പണിയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്ക് വളരെ കൃത്യമാണ് ഓരോ ചോദ്യം. എനിക്ക് കിണറില്ല, എനിക്ക് ചോറിനുണ്ട്, എനിക്ക് ടോയ്ലറ്റില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഇങ്ങനെയാണ്, ഇത് കീറിയിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കീമോ സഹായിക്കേണ്ടതുണ്ട്. ഇങ്ങനെ എന്താണോ പറയണത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും പഠിച്ച് മനസ്സിലാക്കിയിട്ട് കുറഞ്ഞ വാക്കുകൾ കാര്യങ്ങൾ അവതരിപ്പിച്ച് പോകുമ്പോൾ അത് കേട്ട് നിന്നിട്ട് ഇൻഷാ അല്ലാഹ് നോക്കാമെന്ന് നമ്മൾ പറയാം. അത് മാത്രം തീരൂലല്ലോ. അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ്സുകളും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു സഹോദരൻ വന്നു, 46 വയസ്സ്. വീട്ടിൽ പോയി നോക്കിയപ്പോൾ 5 കുട്ടികളാണ്, 5ഉം പെൺകുട്ടികളാണ്. നോക്കുമ്പോൾ കാലിൻ്റെ, അവിടെ നിന്നാണ് കണ്ടത്, കാലിൻ്റെ 2-3 വിരലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാഴ്ച 100% പോയിട്ടുണ്ട്. 100% കാഴ്ചയില്ല. കാലിൻ്റെ വിരലുകൾ ഒഴിവായി. 1.5 ദിവസങ്ങൾ ഡയാലിസിസ് ചെയ്യണം. അധ്വാനിച്ച് കൊണ്ടുവരും. ഒരു 100 രൂപ വീടിൽ പോയി കൊണ്ടുവരാൻ പോലും ഒരു ആൺകുട്ടിയില്ല. ഇങ്ങനെ ഉള്ളൊരു മനുഷ്യൻ. അതേപോലെ ഒരു താത്ത വന്നുകൊണ്ട് എൻ്റെ ആങ്ങൾക്ക് സുഖമില്ല, അവന് സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അത് പോയി നോക്കിയപ്പോൾ കാണുക വെച്ചാൽ നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ. 1 കൊല്ലം മുമ്പൊക്കെ ഫിസിയോതെറാപ്പി നിർത്തി, ഇപ്പോൾ കയ്യും കാലും കൊഴിഞ്ഞ് സംസാരിക്കാൻ വയ്യ, കുറച്ച് സംസാരിക്കും, നടക്കാനും വയ്യ. ഒരു വീട്ടിനുള്ളിൽ ഈ 2 പെൺകുട്ടികളെ നോക്കി ഉമ്മാനെ നോക്കി ഇങ്ങനെ നിൽക്കണ കുറേ കുട്ടികളും ഒരു ഭാര്യയും ഭർത്താവും. കുടുംബത്തിൽ ആരോ ഒരാൾ പോയി അധ്വാനിച്ചിട്ട് വേണം ആ കാര്യം നടന്നു പോകാൻ. മറ്റൊരു സഹോദരി കഴിഞ്ഞ ആഴ്ച വന്നു, വീൽ ചെയറിൽ വന്ന് ആശുപത്രി കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഫിസിയോതെറാപ്പിയിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ കാലെന്നില്ല. ചെറുപ്പത്തിൽ ആക്സിഡൻറ്റ് ചെയ്ത് കാല് പോയി. 2 കുട്ടികളാണ്. ഇപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി, ഒരു നിർവാഹമില്ല. ആ വീട്ടിൽ പോയപ്പോഴും ആ സഹോദരി പറഞ്ഞ് കാലില്ലല്ലോ, അധ്വാനിക്കാൻ നിവൃത്തിയില്ലല്ലോ, വയസ്സായ വാപ്പ കൊണ്ടുവന്നെങ്കിലേ ഉള്ളൂ, ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വന്നതെന്ന് ആ സഹോദരി പറഞ്ഞു. മറ്റൊരു സഹോദരൻ പറഞ്ഞു, എൻ്റെ പെങ്ങളും മരിച്ചുപോയി, എൻ്റെ അളിയനും മരിച്ചുപോയി, 2ആൾക്കും ക്യാൻസറായിരുന്നു, 2 കുട്ടികളുണ്ട്, ഞാൻ കൂലിപ്പണിക്കാരനാണ്. ക്യാൻസർ വന്ന് മരിച്ച അളിയനും ക്യാൻസർ വന്ന് മരിച്ച എൻ്റെ പെങ്ങളും, ഈ 2 മക്കളെ നോക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. കഴിഞ്ഞ ആഴ്ച മറ്റൊരു സഹോദരി ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്തു, സൈക്കാട്രിക് ക്ലിനിക്ക് രജിസ്റ്റർ ചെയ്ത്. ഋഷിഭാഷ പറഞ്ഞു അവിടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ ആ വീട്ടിൽ പോയി നോക്കിയപ്പോൾ കുടുംബനാഥൻ നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ. ആ സഹോദരൻ ഇപ്പോൾ പണിക്ക് പോലില്ലായിരുന്നു. പിന്നെന്താ വെച്ചാൽ പിന്നെ ഒരു പെൺകുട്ടിക്കും സുഖമില്ല, ആൺകുട്ടിക്കും സുഖമില്ല. പിന്നെ ഒരു കുട്ടീൻ്റെ കാര്യത്തിലും ചില ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴാണ് ഒരുപാട് എത്തിപ്പെട്ടത്. എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ എങ്ങനെയാണ് ജീവിച്ചു പോകണമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ജീവിച്ചു പോവും എന്നാണ് പറഞ്ഞിട്ട് പിന്നാണ്ട് അങ്ങോട്ട് നിർത്തുകയാണ്, നേരെ അങ്ങോട്ട് തിരിയാണ്. പിന്നെ കണ്ണ് നിറയുമ്പോൾ നമ്മളത് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ആ വീടുകളിലിരുന്നു.
സൈക്കാട്രി മെഡിസിൻ ഇവിടുന്ന് കിട്ടും, കിറ്റ് ഇവിടുന്ന് തരും, ഒരു പെൻഷൻ തരാം, നിങ്ങൾ വന്നോളി നോക്കാം എന്ന് പറയാനൊക്കെ പറ്റണത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ഇവിടെയുള്ള ഈ കിട്ടുന്ന ജനാനുകൾ ചുരുക്കി പറഞ്ഞാൽ 5 ആൾ ഭക്ഷണം കഴിക്കണം. ആ വീട്ടിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് പോലും ഒരു വരുമാനമില്ല. കാഴ്ചയിൽ എന്താണെന്ന് വെച്ചാൽ നല്ല ആരോഗ്യമുണ്ട്. ഈ മാനസിക രോഗം എന്ന് പറഞ്ഞാൽ കാണാൻ മുറിയും പൊളിയൊന്നും ഉണ്ടാവില്ലല്ലോ. മനസ്സിനെന്ത് പണിക്ക് പോകേണ്ടാതെ തന്നെ പണിക്ക് പോകണില്ല. അപ്പോൾ കാഴ്ചയിൽ പുറത്തുനിന്ന് കാണുന്ന സംബന്ധിച്ച് മടിയാനാണെന്നോ എന്തെങ്കിലും കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനൊക്കെ പറ്റും. ഏത് സാഹചര്യമാണ് ആ മനുഷ്യനെ മാനസിക രോഗിയാക്കിയെന്നുള്ളൂ. എന്താണ് ആ മനുഷ്യൻ പരട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കാനൊന്നും ഈ ആളുകൾക്ക് സാധിച്ചോളുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന ആളുകൾ അത് ഇറങ്ങി പുറപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്താൽ അള്ളാഹുവിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ നല്ല പ്രതിഫലം കിട്ടും. കഴിഞ്ഞ ദിവസം പാലക്കാടിലൊരു അഡ്രസ്സിന് വെച്ചപ്പം 10 വയസ്സായ കുട്ടി, ബാപ്പ കൂലിപ്പണിക്കാരൻ, ഓനൊരു അസുഖം വന്ന് മസ്കുലർ ഡിസ്ട്രോഫിയുമായി ബന്ധപ്പെട്ടൊരു രോഗം. 5 കോടി റുപ്യയാണ് അതിന് ഡോക്ടർമാർ പറഞ്ഞത്. ഒരു ഉത്തരം കണ്ടെത്തി പെട്ടെന്ന് ബാംഗ്ലൂർ പോയി അമേരിക്കൻ്റെ റിസർച്ച് കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഒരു പരീക്ഷണം നടത്തുക. അമേരിക്കൻ്റെ കമ്പനി 3 കൊല്ലം ഈ കുട്ടീനെ നേരെ പരീക്ഷണം നടത്തി. ഈ കുട്ടി ഇപ്പോൾ നീച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു പീസ് മേക്കർ പോയൊരു സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വാപ്പ പറയുകയാണെങ്കിൽ 3 കൊല്ലം ഞാൻ ബാംഗ്ലൂർ കൂലിപ്പണി എടുത്തു. 3 കൊല്ലം കൂലിപ്പണി എടുത്തിട്ട് ബാംഗ്ലൂർ നിന്നിട്ടാണ് ഉള്ളിൽ തിരിഞ്ഞ ഒരു കുട്ടി. വേറെ സ്ഥലത്ത് പോയി നോക്കിയപ്പം ഒരു കോളനിയിൽ 4 പേരെല്ലാം മുറിച്ചു. അങ്ങനെ കുത്തിരിക്കുകയാണ്. വീട് ജപ്തിക്കാണ്, ഒരു നിർവാഹവുമില്ല. അങ്ങനെ കുത്തിരിക്കേണ്ട 4 പേരെല്ലാം കട്ട് ചെയ്ത് പൊടിഞ്ഞാടിക്കൊണ്ടിരിക്കണം. എൻ്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങൾ വിലക്ക് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ പിന്നെ കടം വീട്ടി വീട് വരെ സ്വന്തമാക്കുകയാണെങ്കിൽ ഇത് ഞാൻ ശരിയാക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞു. വേറെ പേരിൽ ഇന്നലെ ഞാനും പോയി നോക്കിയപ്പോൾ കാലിൻ്റെ വിരലുകൾ കട്ട് ചെയ്ത് മറ്റേ കാലിന് വലിയ വ്രണം. അവസാനം മുറി കെട്ടാൻ പോകുന്ന വൃത്തിയില്ല, വാടക കൊടുക്കണം, അധ്വാനിച്ചുകൊണ്ടിരുന്ന ആൺകുട്ടികളില്ല. ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്നതും നമ്മളവരെ കണ്ടതും ബോധ്യം വന്നതും 100% അവർ സഹായം അറിയിക്കുന്നവരാണ്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളിത് കാണുന്നുണ്ട്, നമ്മളിത് കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ ലിസ്റ്റിലൊന്നും ഇന്ന് ഇരിക്കണ ഞാനും നിങ്ങളാരും പെട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ബാധ്യത വളരെ കൂടുതൽ. പഠിച്ച റബ്ബിന് മുമ്പിൽ ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് പറ്റില്ല. ഞായറാഴ്ച നമ്മളോട് വരുന്നുണ്ട്, കഴിഞ്ഞ പരമാവധി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ 20 കേസാണ് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്. വേറെ കുറേ ഉണ്ട്. ഡയാലിസിസ് ചെയ്യുന്ന കണ്ടമാതിരി ആളുകൾ വേറെ ഉണ്ട്. ഇത് മാനസിക രോഗമായിട്ട് ബന്ധപ്പെട്ട, കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട, അല്ല മറ്റുള്ള മാരകമായ രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല പറഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് അള്ളാഹ് തന്ന അനുഗ്രഹം, വിശ്വാസം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ അളവ് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെക്കാൾ ജീവിത നിലവാരം കുറഞ്ഞ ആളുകളിലേക്ക് നോക്കുക, നിങ്ങളെക്കാൾ അനുഗ്രഹങ്ങൾ ലഭിച്ചവരിലേക്ക് നോക്കരുത്. ഈ ഹദീസൊക്കെ ഇപ്പോൾ നമ്മളെപ്പോഴും ഇവിടെ വായിക്കുന്നതും കേൾക്കുന്നതും അറിയുന്നതാണ്. ഇന്നിരിക്കണത് നമ്മൾ ആലോചിക്കുക, ഈ ലിസ്റ്റിലൊന്നും അള്ളാഹിൻ്റെ ഔദാര്യങ്ങൾ നമ്മളെ പെടുത്തിയിട്ടില്ല. നമ്മൾക്ക് എന്താണ്, നമ്മൾ മതിയോ, നമ്മൾ ഈ ചെയ്യണത് മതിയോ ഇല്ല എന്ന് നമ്മൾ ഒന്നും കൂടി ശരിക്കും ആലോചിക്കാൻ ഈ ഒരുപാട് അനുഭവങ്ങൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്ന നന്ദിയും അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്ന നന്ദികേടുമാകുന്നു ഒരു ഹദീസിൻ്റെ ആശയത്തിൻ്റെ. അപ്പം നമ്മൾ നന്ദിക്ക് 2 രീതിയുണ്ട്. ഒന്ന്, അൽഹംദുലില്ലാഹ് ആ ലിസ്റ്റൊന്നും ഈ പെടുത്തിയില്ല റബ്ബേ, അങ്ങനെ അള്ളാഹ്ക്ക് നമുക്ക് കുറേ ശുക്ർ ചെയ്യാൻ പറ്റും. നമ്മുടെ നാവ് കൊണ്ടുള്ള ശുക്ർ നമുക്ക് പറ്റും. പക്ഷെ കർമ്മം കൊണ്ട് ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസം നൽകാൻ എന്നെക്കൊണ്ട് എന്ത് സാധിച്ചു എന്നുള്ള ഓരോ ദിവസവും ഇവിടെ ഈ പറഞ്ഞപ്പോൾ ഞാനൊരു 20 കേസ് ഇപ്പോൾ വായിച്ചു. കുറേ വായിക്കാത്തതുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ്. ഈ 20 കേസിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ വാക്കുകൊണ്ടാവാം, സമ്പത്തുകൊണ്ടാവാം, മറ്റു ഇടപെടലും ഉണ്ടാവാം. ഞാൻ അപ്പോൾ ഡോക്ടറേറ്റ് ഇങ്ങോട്ട് കയറുമ്പോൾ സംസാരിച്ചു. ഒരു പെൺകുട്ടി 28-30 വയസ്സായ പെൺകുട്ടി ഇവിടെ കയറി വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു വല്ല ഗസ്റ്റാണെന്ന്. അപ്പോഴാ കുട്ടി കൂടുതലുള്ള ആൾക്ക് പറഞ്ഞു, എനിക്ക് ക്യാൻസറാണ്. എവിടെയാണ് ക്യാൻസർ? മാറിലാണ് ക്യാൻസർ. അതൊന്ന് സർജറി ചെയ്താണ്, ഇനിയും പ്രശ്നങ്ങളാണ്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? 2000, 3000, 5000 ഒക്കെ എടുത്തു കൊടുക്കാൻ പറ്റും. പല തവണകളായിട്ട് 2000, 3000, 5000 ഒക്കെ നമ്മളോട് കൊടുത്തു. ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ വേറൊരു ഡോക്ടറെ വിളിച്ച് പറഞ്ഞു, ഒരു 40,000 റുപ്യ വരുന്ന 2 ബോക്സ് ഗുളിക നമുക്ക് കിട്ടി. തീരൂലല്ല പ്രശ്നം. വീണ്ടും സർജറി. പിന്നെ പുറത്തുള്ള ഒരു ഡോക്ടർ, ഒരു ഫണ്ടിൻ്റെ ഡോക്ടർ വീണ്ടും വിളിച്ചു. ആ ഡോക്ടർ കുറച്ച് പൈസ അയച്ചു കൊടുത്തു. വീണ്ടും വേറെ ആരോടെ പറഞ്ഞു. പക്ഷേ ഒരു മനസ്സുണ്ടായി. ഇപ്പോൾ ഡോക്ടർ കുറേ രാവിലെ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു നഷ്ടമില്ലല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, നഷ്ടമില്ല എന്ന് മാത്രം പറഞ്ഞാൽ ഒരു മനസ്സ് അത് തന്നതുകൊണ്ടാണ്. നമ്മളാ സംസാരം പറഞ്ഞുകൊടുത്ത് തന്നെ വീണ്ടും പറയാം, പിന്നെയും പറയാം. അപ്പോൾ എന്ത് വിചാരിക്കുന്നു പറഞ്ഞു. അല്ല, നമുക്കൊരു മനസ്സുണ്ടായി. ആ മനസ്സ് ഡോക്ടർ അത് ഉപയോഗപ്പെടുത്തിയപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയ റിസൾട്ട് 10,000 ഉറുപ്പ്യ വരുന്ന മരുന്നുകളും
അത് ചെയ്തു കൊടുത്ത ആളുകൾക്കും പ്രതിഫലം കിട്ടും, ഡോക്ടർക്കും പ്രതിഫലം കിട്ടും, അത് ഡോക്ടർ ശ്രദ്ധപ്പെടുത്തി എല്ലാവർക്കും അതിൽ പ്രതിഫലം കിട്ടും. കഴിഞ്ഞ ദിവസം ഒരു 5000 രൂപ ഒരാൾ അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് ആർക്കെങ്കിലും പെട്ടെന്ന് കൊടുക്കണം. ഞാൻ പെട്ടെന്ന് വൈകുന്നേരം രാത്രിയാണ്. അപ്പോൾ ആയുഷിനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പം ആയുഷ് ഫസ്റ്റിലാനെ വിളിച്ചിട്ട് ആ കുട്ടിക്ക് പെട്ടെന്ന് എപ്പിസോഡ് ഏർപ്പാട് ചെയ്തു. ഒന്ന് ഞാൻ വേറെ ക്യാൻസർ രോഗിക്ക് 2 മാറിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ. പക്ഷേ ഈ കുട്ടി അപ്പോഴാണ് ഈ ഓവറിയോ എന്താ പറഞ്ഞ കുടലിൻ്റെ അവിടെ ഉള്ള എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ഐസിയുലാണ് 2ാമത്. അപ്പോൾ ആ പൈസയിൽ ചെറിയൊരു വീതം കിട്ടി. ബോധം വന്നപ്പോൾ ആദ്യം ഫസ്റ്റിലാനെ വിളിച്ച് പറഞ്ഞ് മെസ്സേജ് അയക്കണ്, നമ്മളെ പൈസ കിട്ടിയിട്ട് വലിയ ഉപകാരമായിരുന്നു. ഐസിയിൽ നിന്ന് വന്ന് ബോധം കന്നാൽ പറഞ്ഞ് ചെറിയ പൈസ കിട്ടിയാൽ പോലും അതൊരു വലിയ ആശ്വാസമായിട്ട് കരുതുന്ന ഒരുപാട് ആളുകൾ നമ്മളെ മുന്നിൽ. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പടച്ച റബ്ബിനോട് നമ്മൾ ശുക്ർ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം ജനങ്ങളോട് കരുണ കാണിക്കാത്തവരോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല വിശ്വാസം പറഞ്ഞു. സാധാരണ നമ്മൾ കേൾക്കുകയാണ് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ഉപരിലോകത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു നിർവഹിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മളെ നാട്ടിലുള്ള പടപ്പുകളെ വേദനയ്ക്കും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇതാണ് നമ്മൾ വൈന്ദു നിയമത്തുള്ള ലാ തുഹ്സുഹ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കണക്കെടുക്കാനാവില്ല. ഒരു സ്ഥലത്ത് 2 സ്ഥലത്ത് 3 സ്ഥലത്ത് ഒന്നുമല്ല പരിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞത്. അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണാണെങ്കിൽ കണക്കെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഈ 20-22 കേസിൽ ഒന്നും നമ്മളെ കുടുംബത്തിനും പെടുത്താതെ നിന്ന സ്ഥിതിക്ക് നമുക്ക് പഠിച്ചുവാൻ ഇത് മാത്രമല്ലല്ലോ നമ്മളിപ്പോൾ ഇത് ഈ കഴിഞ്ഞ 2 ആഴ്ചകളിൽ വന്ന കേസാണ് ഞങ്ങളോട് പറഞ്ഞത്. നമ്മളെ ലിസ്റ്റിലുള്ള നേരത്തെ പറഞ്ഞ കുഞ്ഞുമോൻ പറഞ്ഞതുപോലെ 1310-ലധികം വൈദ്യവ്യം അനുഭവിക്കുന്ന സഹോദരിമാർ നമ്മളൊപ്പം ഉണ്ട്. 800ഓളം വരുന്ന കിഡ്നി ക്യാൻസർ പോലുള്ള മാരക രോഗം വന്ന ആളുകളുണ്ട്. 100ൻ്റെ താഴെ വരുന്ന മാനസിക രോഗികൾ നമ്മൾ എടുത്തുണ്ട്. 100ൻ്റെ മേലെ ഒരു ഭിന്നശേഷിക്കാർ ഇവിടെ മാഷ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഫിസിയോതെറാപ്പി സെൻറ്ററിൽ വരുന്ന ഒരുപാട് മനുഷ്യന്മാർ 10-50 ആളുകൾ നമുക്ക് കൈകാര്യം ചെയ്യും. 2 അറ്റം മുട്ടാത്ത ഒരുപാട് മനുഷ്യന്മാർ നമ്മളെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കോഴിക്കോട്, പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ 2250-2500 ആളുകൾ നമ്മളതിനെ നോക്കുമ്പോൾ നമ്മളെ ബാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ പറഞ്ഞ കേസ് ഓരോന്നും കൂടി റിപ്പീറ്റ് വേണേ. മാനസിക രോഗമുള്ള കുട്ടി ഭക്ഷണം കിട്ടാൻ അധ്വാനിച്ചൂടെന്ന് ചോദിക്കുകയാണ്. ഉമ്മാനോട് പൊട്ടിത്തെറിച്ച് മനോബലം തെറ്റിപ്പോണൊരു കുട്ടി. നട്ടലിന് ക്യാൻസർ വന്ന് അരൻ്റെ കീപ്പെട്ട് തളർന്നിട്ട് ചുമരും കയറും പിടിച്ച് കെട്ടിത്തൂങ്ങി നീച്ചിരിക്കുക, കയറ് കെട്ടിയിട്ട് നീച്ചിരിക്കാനും പ്രയാസപ്പെടുന്ന ഒരു വാപ്പ. അവസ്മാര രോഗം വന്നിട്ട് തല ചുമരിലടിച്ച് ബോധം കെട്ടുകൊണ്ട് ഒരു വാപ്പ. വൻകുടലിന് മാരകമായ രോഗം വന്നിട്ട് വയറ്റുനിന്ന് പോണ ബ്ലഡും അതുമൊക്കെ ഉണ്ടതിൻ്റെ പേരിൽ 1 മണിക്കൂർ പോലും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റാത്ത ചെറുപ്പക്കാരി ഒരു പെൺകുട്ടി. ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് മാറൊന്നായിട്ട് കാണിച്ചു തരുന്ന ഒരു വാപ്പ. ഒരു വീട്ടിൽ തൈറോയിഡും ആ വീട്ടിൽ തന്നെ ഈ ഹൈപ്പർ ആക്ടിവിറ്റീസുള്ള കുട്ടി ഉണ്ടായതിൻ്റെ പേരിൽ ഒരുക്കിത്തീരുന്ന വാടക കൊടുക്കാനും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാണ് ഒരു താത്ത. നെട്ടലിന് മുഴ വന്ന് സർജറി കഴിഞ്ഞ് 15 വയസ്സായ കുട്ടീനെ വീൽ ചെയറിൽ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാത്രി പണിക്ക് പോയി പകൽ മക്കളെ നോക്കി നടക്കണ 2 രോഗികളിലൊരു വാപ്പ. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് 10 വയസ്സിനത്തെ ആളൊരു കുട്ടി ബാപ്പാൻ്റെ തണലിൽ ബുദ്ധിമുട്ടാകുക. മാറിലെ മുഴ ബയോപ്സിക്ക് അയച്ചിട്ട് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് കാത്തുക്കുമ്പോൾ ഉരുക്കി തീർന്ന് എന്തെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ പ്രയാസപ്പെടുന്ന ഒരു സഹോദരി. ഉമ്മാക്ക് ഡയാലിസിന് കൊണ്ടുപോകണം, കുട്ടിക്ക് മാരകമായ മറ്റുള്ള മാനസിക ന്യൂറോ സംബന്ധമായ രോഗങ്ങൾ, കുട്ടീനെ നോക്കണം, ഉമ്മാനെ നോക്കണം, അധ്വാനിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരാൾ. ഡയാലിസിൻ്റെ ഒരു മനുഷ്യന് 5 പെൺകുട്ടികൾ, കാലിൻ്റെ വിരലുകൾ പോവുക, കാഴ്ച 100% നശിച്ചു പോവുക, അധ്വാനിച്ചുകൊണ്ടിരുന്ന ആളില്ല. 1-2 ദിവസങ്ങളിൽ ഡയാലിസിസ് കൊണ്ടൊരു മാനസികാവസ്ഥ. ആർട്ട് രോഗി, കിണറില്ല, ഓലക്കുടിയിൽ താമസിക്കുക, ടോയ്ലറ്റില്ല, കുടിക്കാൻ വെള്ളമില്ല, എല്ലാം മറ്റുള്ളവരെ ആശ്രയിക്കണം. സ്റ്റോക്ക് വന്ന് കയ്യും കാലും കഴിഞ്ഞ് വീട്ടിനുള്ളിൽ കുത്തിരിക്കുക, ഭാര്യയും മക്കളും പുറത്തു പോകാതെ, സ്കൂളിൽ പോകേണ്ട മക്കൾ വന്ന് വീട്ടിലിരിക്കും. കുടുംബത്തിൽ ആരോ അധ്വാനിച്ചു കൊണ്ട് കിട്ടുന്നത് മാത്രം ചെയ്യുന്ന കഷ്ടപ്പാട് മാറ്റുന്ന ഒരു കുടുംബം. മുട്ടിന് കീഴ്പ്പെട്ട് കാലില്ല, ഭർത്താവ് അധ്വാനിച്ചുകൊണ്ടില്ല, മക്കളില്ല, 2 ചെറിയ മക്കൾ, അധ്വാനിച്ചുകൊണ്ട് ആളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു താത്ത. ഒരു വീട്ടിൽ 3 ആളുകൾക്ക് മനോരോഗത്തിന് മരുന്നും ബാപ്പയും നോക്കിക്കണ്ട ഒരു കുടുംബം. കാലിൻ്റെ വിരലുകൾ 3 മുറിച്ചു, മറ്റേ കാലിന് മാരകമായി മുറിയിട്ട് പുറത്തിറങ്ങാൻ കഴിയാതെ ആഴ്ചക്ക് 1000 രൂപ മുറി കെട്ടാനും മരുന്നിന് വേണ്ടി പ്രയാസപ്പെട്ടൊരു മനുഷ്യൻ. കോടികൾ ഉറുപ്പ്യണ്ടെന്ന് ചിലവാക്കി ന്യൂറോ സംബന്ധമായ രോഗങ്ങൾ വന്ന് തളർന്ന കുട്ടീനെ കൊണ്ട് രാവും പകലും നടക്കേണ്ട ഒരു വാപ്പ. കാലിൻ്റെ പാദങ്ങൾ മുറിച്ച് വീട് ജപ്തിയൊക്കെ തെറ്റിയ പ്രയാസപ്പെടുന്ന ഒരു വയസ്സായൊരു ഉമ്മ. ഇതപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ആഴ്ചനുള്ളിൽ കണ്ട കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്ന് ആരോ അയച്ച അസ്ലമിൻക്ക് അയച്ചു തന്നു.
അതിലുണ്ട് ഒരു നല്ലൊരു ആപ്തവാക്യമല്ല, ഒരു കവിത. ഈ ചോർന്നൊലിക്കുന്ന കൂരയിലിരുന്ന് കുറേ കുടുംബങ്ങൾ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്നുണ്ട് ഫുട്ബോൾ ലോകകപ്പിൻ്റെ അവസാനത്തിനായി. ആര് ജയിച്ചു ആര് തോറ്റു എന്നറിയാനല്ല, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഫുട്ബോൾ താരങ്ങളുടെ 10,000 രൂപ വിലയുള്ള ആ വലിയ ഫ്ലക്സുകൾ കൊണ്ട് മഴയെ തോൽപ്പിച്ച് അവർക്ക് ജയിക്കാൻ. ഞാനതിൽ പിന്നെ ഫേസ്ബുക്കിൽ എനിക്കത് അറിയില്ല, പക്ഷേ ഞാനത് കിട്ടിയപ്പോൾ നോക്കി. എന്നിട്ട് ഞാനതിലേക്കൊരു അടിക്കുറിപ്പ് എഴുതി. ഒട്ടുംപുറം മുതൽ കൂട്ടായി അഴിമുഖം വരെയും പൊന്നാണി മുതൽ ചാവക്കാട് വരെയുള്ള തീരദേശങ്ങളുടെ യാത്ര ചെയ്താൽ ഈ പറഞ്ഞ കാര്യം ബോധ്യമാവും. ഒന്നല്ല നൂറല്ല, നൂറുകണക്കിന് കുടിലുകളെ നേർക്കാഴ്ച നിങ്ങൾക്കും കാണാം. എന്നിട്ട് ഞാൻ ആ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. ഒന്നല്ല നൂറല്ല, നൂറുകണക്കിന് കുടിലുകൾ. കഴിഞ്ഞ ദിവസം ഞാനും ഇവനും കൂടി പെരുന്നാളിൻ്റെ കുറച്ച് മുമ്പെല്ലാം യാത്ര ചെയ്തപ്പോൾ ഒരു അർച്ചിക നിറച്ച് സാധനം കൊണ്ടുപോയി, അത് തീർന്നുപോയി. അവനോട് പറഞ്ഞ് കട്ട് ചെയ്ത് വിട്ടാളാം, ഇനി നമുക്ക് വേറെ വഴിക്ക് പോകാം. പിറ്റേ ദിവസം വന്ന് ഒരു കാറ് ഫുള്ളാക്കി 2 കാർ തവണ ഈ അർച്ചിക ഫുള്ള് 2 കിലോ അരി ഇത്തിരി നെയ്ച്ചോറേരും വെച്ചിട്ട് എത്രടാ 500 ജില്ലാന കിറ്റുകൾ തീരദേശത്ത് നമ്മൾ കൊടുത്തപ്പം ഒരു 100 വീട് പോലും അതിൽ കോൺക്രീറ്റ് വീട് ഉണ്ടാവില്ല. ഉണ്ടാവുമോ? എല്ലാം ഷെഡ്. 100 കുടിലുകൾ ഒരു ഏരിയ മൊത്തം. അപ്പോൾ ഇത് പറഞ്ഞ് ബോധപൂർവ്വമാണ്, നമുക്ക് പോയി കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഒന്നല്ല നൂറല്ല, 100 കുടിലുകൾ ചോർന്ന് നിൽക്കുമ്പോൾ ആണ് അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ. അപ്പം നമ്മളത് പറഞ്ഞതേ. നമ്മളെപ്പോഴും കേൾക്കുന്നത് പോലെ വൈദ്യുതാദന റബ്ബുക്കും ലൈൻ ഷക്കർത്തും ലാസീദന്നക്കും വലൈൻ കഫർത്തും ഇന്ന അദാബി ലഷദീദ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്നതാണ്. എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ശിക്ഷ കഠിനമായിരിക്കും എന്ന് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ച സന്ദർഭം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ആളുകൾക്ക് ഇവിടെ വന്നത് വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ വലിയ അവതാരം കൊണ്ട് അവരൊക്കെ വീടുകളിൽ പോയി അവരെ മനസ്സിലാക്കി കിട്ടുന്നതിലൊരു വീതം നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് നമ്മൾ പോകുന്നത്. നമ്മളൊക്കെ മാസവരിയും സംഭാവന ബോക്സിൽ നിന്ന് കിട്ടുന്ന സംഖ്യയും കുറേ നല്ല മനുഷ്യന്മാർ എത്തിയും കുട്ടികളെ സ്പോൺസർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നടക്കാൻ പോകണം. സക്കാത്ത് സദക്ക ഒക്കെ എത്തിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ. പഠിച്ചോനെ അവരടുത്തും നമ്മളതൊക്കെ സ്വീകരിക്കട്ടെ. ഈ ഓരോ മഹല്ലുകളിലും അവിടെയുള്ള എത്തിയും കുടുംബങ്ങളെ, അവിടെയുള്ള രോഗികളുടെ പ്രശ്നം പരിഹരിക്കാൻ ആ നാട്ടിലെ മഹലിലെ മൗലവിമാരും ഉസ്താദുമാരും മഹല്ല് ഭാരവാഹികളും ഒന്ന് ഇരിക്കുകയാണെങ്കിൽ, ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ആ പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആഴ്ച വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ആ മഹലിലെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഉസ്താദുമാരോ മൗലവിമാരോ പള്ളി ഭാരവാഹികളോ ഇരുന്നാൽ ഒരു മഹലിൽ എത്ര ആളുണ്ടാവും? ബുദ്ധിമുട്ടാണ്. ഈ പാലക്കാട്, വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലയിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിൽ നിന്ന് തന്നെയാണ് ഈ വന്ന ആളുകളൊക്കെ. പക്ഷെ ആ നാട്ടിലെ മഹല്ലിൽ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ആ നാട്ടിലെ മഹല്ലിലെ പള്ളിയിലെ പ്രസിഡൻറ്റും പള്ളിയിലെ ഭാരവാഹികളും പള്ളിയിലെ ഉസ്താദും മൗലവി ഇരുന്നിട്ട് കേൾക്കുകയും ചെയ്യുക. കേട്ടതിന് ശേഷം വിദ്യാഭ്യാസപരമായി പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ ആ നാട്ടിൽ അധ്യാപകന്മാരുണ്ടാവും, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. ഒരു രോഗിയാണ് പ്രശ്നമെങ്കിൽ ഒരു മഹലിൽ എന്തായാലും ഒരു 10 ഡോക്ടർമാരെങ്കിലും ഉണ്ടാവും. ആ ഡോക്ടറെ വിളിച്ചിട്ട് നമ്മളെ മഹലിൻ്റെ രോഗിൻ്റെ ഈ വിഷയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമ്പത്തില്ല എത്തിയും കുട്ടികളെ കാര്യമാണെങ്കിൽ ഒരു 100 ആളോട് ഒരു 500 ഉറുപ്പിക 50,000 കിട്ടിക്കുകയാണെങ്കിൽ ഒരു 2,000 3,000 വെച്ചിട്ട് 25 കുടുംബങ്ങൾക്കെങ്കിലും പട്ടിണി മാറ്റാൻ സാധിക്കും. 500 ഉറുപ്പിക കൊടുക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവില്ലല്ലോ. പക്ഷെ ഇരുന്നാൽ മതി. അപ്പോൾ മാത്രമല്ല ഒരു മഹലിൽ ഒരു 8, 10, 15 ആളുകളെ ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒന്ന് കേൾക്കാൻ ഓരോ മഹലിലും മൗലവിമാരും ഉസ്താദും 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കയറിയിരിക്കുകയാണെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരിക്കലും ഈ പ്രശ്നം ഇത്രത്തോളം നമ്മളെ നാട്ടിൽ എത്തിൻ്റെയല്ല. ഇപ്പോൾ ചികിത്സൻ്റെ പ്രശ്നം വരികയാണെങ്കിൽ ഇപ്പം നമ്മൾ ഡോക്ടർക്ക് നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യാൻ പരിമിതികളുണ്ട്. പക്ഷെ കൂടെ പഠിച്ച കണ്ടമാതിരി ഡോക്ടറുകളെ കേരളത്തിൻ്റെ പല ഭാഗത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ഒരു ക്ലിനിക്കിൽ ഇരുന്നിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇവിടുന്ന് സർജറി നടത്തി കൊടുക്കുമെന്നല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഓർഫനിലെ കുട്ടി സർജറിക്ക് കയറുമ്പോൾ കുട്ടീൻ്റെ വാപ്പല്ല മുത്താപ്പൻ വിളിച്ചിട്ടുണ്ട്. പറഞ്ഞ് നിങ്ങളെ ബിസ്മിയിലെ കുട്ടി സർജറിക്ക് കയറുകയാണ്, അവരെ എല്ല് പൊട്ടിയിട്ടുണ്ട്, സർജറി ചെയ്യണം. അപ്പോൾ ഇന്നലെ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സങ്കടമായി. അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ കുട്ടി സർജറിക്ക് കയറിയാണ്, ഡോക്ടർ കയറിയിട്ടില്ല, വേഗം വിളിച്ചുകൂടിയായിരുന്നേ. ഡോക്ടറെ വിളിച്ചു നോക്കാൻ കയറിയെങ്കിൽ പോകും, കയറിയിൽ കിട്ടും. കറക്റ്റ് കയറുന്നതിന് മുമ്പ് ഫോൺ ഇട്ടി. സർജറിയൊക്കെ ചെയ്തു 2 ദിവസം ഡിസ്ചാർജ് ചെയ്ത് എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ വിളിക്കുന്നതിൻ്റെ മുകളിൽ ഒരു 700 ഉറുപ്പിക അടിച്ചാൽ അതിനുള്ള വേറത്തും കൂടി പോകാൻ പറഞ്ഞു. എന്താ മെച്ചം? ഒരു വാക്കാണ്.
അപ്പോൾ ഈ അതാത് മഹലുകളൊക്കെ ബന്ധമുള്ള ഡോക്ടർമാരുണ്ടാവും. അതാത് മേഖല ഓരോ വിഷയത്തിൽ ഇപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ ഈ പ്രയാസപ്പെടുന്ന ആളുകളെ പ്രയാസങ്ങൾ കേൾക്കാൻ ഒരു കാതായി മാറണം. ഞാനും നിങ്ങളും മഹലിലുള്ളവരും എല്ലാവരും. പ്രയാസപ്പെടുന്ന ആളുകൾ പ്രയാസങ്ങൾ കാണാനുള്ളൊരു കണ്ണായിട്ട് നമ്മൾ മാറണം. അവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള നാവ് നമ്മുടെ അടുത്തുണ്ടെന്ന് മനസ്സിലാക്കണം. അവരെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഹൃദയത്തിൽ കയറ്റി മറ്റൊരുത്തൻ്റെ പറയാൻ ചിന്തിക്കാനുള്ളൊരു മനസ്സും നമ്മളതാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, ഉറപ്പായിട്ടും. അതുകൊണ്ടാണല്ലോ ഒരു സംഘടനാ ബലം ഇല്ലാതെ ഈ പാവങ്ങളെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്, അവരെ കാര്യം നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. അള്ളാഹു തആല ഈ ഒരു കൊച്ചു സംഘത്തിനെ ഒരു സംഘടന പിൻബലം ഇല്ലാതെയാണല്ലോ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഈ 30 കൊല്ലം 8 മാസം പിന്നിട്ടത്. പക്ഷേ നമുക്ക് ഇവിടെ ഡോക്ടർമാരുടെ സൗകര്യമുണ്ട്, എഞ്ചിനീയർമാരുടെ സൗകര്യങ്ങളുണ്ട്, മാഷന്മാരുടെ സൗകര്യങ്ങളുണ്ട്, സമ്പത്തുള്ളവരുടെ സൗകര്യങ്ങൾ കിട്ടും, നേരത്തെ പറഞ്ഞതുപോലെ കൂലിപ്പണിക്കുന്ന ആളുകളുടെ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് പിടിച്ചപ്പോൾ ഈ കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ കണ്ണീര് കുതിർന്ന മനുഷ്യന്മാരെ കണ്ണീരൊപ്പാൻ ഈ ഒരു കേന്ദ്രത്തിന് സാധിക്കെങ്കിൽ നമ്മളെക്കാട്ടിലൊക്കെ വിദ്യാഭ്യാസമുള്ള, നമ്മളെക്കാട്ടിലൊക്കെ സാമ്പത്തിക സൗകര്യങ്ങളിലെ, ആൾബലമുള്ള, സംഘടനാ ശേഷിയുള്ള, എല്ലാം കൊണ്ടും തേഞ്ഞ എല്ലാ മഹലുകളും ഉണ്ട്. എല്ലാ മഹലിലും എല്ലാവരും ഒന്നും പാവപ്പെട്ടവരേ അല്ല. ഒറ്റപ്പെട്ട ചില ഏതെങ്കിലും കോളനികളിലൊക്കെ ഇപ്പം നമ്മൾ ഗുഡല്ലൂരൊക്കെ പോകുമ്പോൾ ചില ഏരിയയിലൊക്കെ കാണലുണ്ട്, ചില എസ്റ്റേറ്റ് ഏരിയയിലൊക്കെ സമ്പന്നരായ ആളുകൾ പാടിയിൽ താമസിക്കും. പക്ഷേ ഇതെല്ലാം ഈ ഇങ്ങനെയൊന്നും അല്ലാത്ത കുറേ മഹലുകൾ നമുക്കുണ്ട്. പക്ഷേ ഇറങ്ങി പുറപ്പെടുന്നത് ഒന്ന് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ആളുകളോട് പറയേണ്ടത് പ്രയാസപ്പെട്ട വരുന്ന മനുഷ്യന്മാരെ പ്രയാസങ്ങളൊന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. അതിന് നമുക്ക് പഠിച്ചം തന്നെ ചെവികളുണ്ടല്ലോ, കേൾവി ശക്തിയുള്ള ചെവികളുണ്ട്. ഒന്ന് ഓരോ മുന്നിക്കൊന്ന് ധൈര്യമായിട്ട് നോക്കി ഒരു പറഞ്ഞതൊക്കെ കേട്ട് ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് പറയാനും കാണാനും സംസാരിക്കാനും നമുക്ക് സാധിക്കണം. ആ കാണിയും കേൾക്കും സംസാരിക്കും ചെയ്ത സംഗതി മറ്റൊരാളോട് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ആ ആളുകൾ ഇത് തയ്യാറാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു വണ്ടി പാസ് ചെയ്ത് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പുറത്ത് ഏഷസ്കരിച്ചിട്ടാണ് വരുന്നത്, ചായ കുടിച്ചല്ലോ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ചായ കുടിക്കുമെന്ന് തോന്നിയപ്പോൾ ചായ കുടിക്കല്ലേ, ചായ ഇപ്പോൾ ഞാൻ മാടൽ പെരയെ പോലെ വരി ചായ കുടിക്കാൻ. എന്നാൽ ശരി ചായപ്പോഴും ഞാനൊരു വണ്ടി മുന്നിൽ വിടാൻ അവിടെ അങ്ങോട്ട് വന്നോളൂ ഞാൻ അവിടെ നിന്ന്. അപ്പോൾ ഇങ്ങനെ കാൽ ചായ കുടിച്ചിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കൊടുക്കുക. വർത്തമാനം തുടങ്ങി അപ്പോൾ ഒരു ഓട്ടോറിക്ഷ നിർത്തി ഓടിയിട്ട് വരുന്നത് ഒരാൾ, വേറെ 2 ആൾ ഓടി വന്ന്. അപ്പോൾ എനിക്ക് ചായ കുടി, ചായ ഒന്നും വേണ്ട, പിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ചില കുടൽ ക്യാൻസർ ചെയ്ത് സർജറി കഴിഞ്ഞതാണ്, താഴെ വയറ്റുനിന്ന് പോകുന്ന ഭാഗം അടച്ചതാണ്, പിന്നെ കൊളസ്ട്രോൾ ബാഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ നാളെ ആസ്പത്രിക്ക് പോകണം, കുടുംബക്കാരൊരാളെ കാണാൻ പോയതേന്. അപ്പോൾ നമുക്ക് നോക്കട്ടോ എന്ന് പറയാൻ. അപ്പോൾ വെച്ചാൽ ഏത് അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, നമുക്കിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ സഹായിക്കാൻ സന്നദ്ധമുള്ള എല്ലാ സമ്പത്തുള്ള ആളുകളൊന്നും പിശുക്കന്മാരല്ല. നമ്മൾ ആളുകളെ നല്ലൊരു വാഹനവും നല്ലൊരു വീടും നല്ലൊരു സൗകര്യം ജീവിക്കുന്ന ആളെ കാണുമ്പോൾ പലപ്പോഴും തോന്നും ഓൻ്റെ ഒരു സുഖം. പക്ഷേ ഈ ഉള്ള ആളുകളൊക്കെ കുറേ ആളുകൾ നല്ല മനുഷ്യന്മാരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ നടന്നു പോകുന്നത്. ഒരു മാസത്തിൽ 5000, 10000, 25,000 ഒക്കെ എടുത്തു തന്നാൽ അധികം വലിയ സംഖ്യകളൊക്കെ എടുത്തു തന്നിട്ട് നിങ്ങൾ എത്തിക്കുട്ടിയൊക്കെ കൊടുക്കണം, മരുന്ന് വാങ്ങി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇന്നൊരു മനുഷ്യൻ പറഞ്ഞ എല്ലാ ആളുകൾക്കും ഭക്ഷണങ്ങൾ കൂടെയുള്ള പ്രവർത്തനന്മാർ ഉൾപ്പെടെ കഴിക്കണം. നമ്മളൊരു സഹോദരനാണ് ഇങ്ങോട്ട് തന്നു. അപ്പോൾ എത്ര കിലോ 80 ഒറ്റ കിലോ ബിരിയാണി ഉണ്ട്, വെച്ചിട്ട് ഞങ്ങൾ കൊടുത്തേക്കാം. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ ആവശ്യങ്ങൾ കേട്ടാൽ സഹായിക്കാൻ സന്നദ്ധമുള്ള മനസ്സുള്ള നൂറുകണക്കിന് ആളുകൾ ഇവിടെയുണ്ട്, എവിടെയുണ്ട്. എല്ലാവരുടെ ഹൃദയമൊന്നും മരവിച്ച് പോയിട്ടില്ല എന്നുള്ള 100% ഉറപ്പുണ്ട്. അതിൻ്റെ ദൃക്സാക്ഷിയാണ് നമ്മളെ ഈ പ്രവർത്തനങ്ങൾ നമ്മളോട് നടത്തിക്കൊണ്ടുപോകുന്നുള്ളത്. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രതീക്ഷ ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. കാരണം വയനാട് ജില്ലേൻ്റെ കാട്ടും പ്രദേശങ്ങളിൽ, നീലഗിരി ജില്ലയിലെ, തമിഴ്നാട്ടിലെ നീലഗിരിൻ്റെ എസ്റ്റേറ്റ് ഏരിയയിലെ പച്ചാപ്പകൽ പോലും ആന വന്ന് കുത്തിക്കൊല്ലണ ആ കാട്ടുനിന്ന് പോലും ഈ 100 കിലോമീറ്റർ തമിഴ്നാടിൻ്റെ അതിർത്തി കടന്ന് ഈ സ്ഥാപനത്തിൽ കടന്നു വരുമ്പോഴും, കോഴിക്കോട് വയനാട് ജില്ലേൻ്റെ പല ഭാഗങ്ങളും ഇങ്ങോട്ട് കടന്നു വരുമ്പോഴും, ഇവിടെ തീരദേശങ്ങളിൽ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന കടലോരത്തു നിന്ന് 100 ആളുകൾക്ക് ആശ്വാസം നമുക്ക് പറ്റുന്നതും നമ്മളാരും കുടിയെന്ന് കൊണ്ടുവരുന്നതല്ലല്ലോ. നമുക്ക് കയ്യിലുള്ളത് കണക്കുണ്ടല്ലോ നമ്മൾ കൊണ്ടുവരുന്നതിൽ. അപ്പോൾ ഇതൊക്കെ തന്നാൽ മനസ്സിൽ ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരം മനുഷ്യന്മാരെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ ആധികാരികമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം, നമുക്കൊരു ബോധ്യപ്പെടലുണ്ടാകണം. എപ്പോൾ വിളിച്ചു ചോദിച്ചാലും എന്താണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞ ഈ 20-ലധികം വരുന്ന കേസ് നിങ്ങളുടെ ഉറക്കത്തിൽ വിളിച്ചുകൊണ്ട് ചോദിച്ചോളൂ എവിടെയാണ് ഈ കേസ് ഒന്ന് പറഞ്ഞിരുന്നു. എനിക്കത് പറയാൻ പറ്റും. എനിക്കത് പറയാൻ പറ്റുന്നതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയണത്.
ഇത് കണ്ണുകൊണ്ട് കണ്ട് ബോധ്യം വന്ന് പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരെ നേർക്കാഴ്ചയാണ്. ഒരു പ്രതീക്ഷ ഉണ്ട്, എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ കാണാൻ നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതാത് മഹല്ലുകൾ മരിക്കണ ആളുകളെ പ്രശ്നങ്ങൾ പഠിച്ച് ആ മഹല്ലിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും ഒരു സമൂഹം വളർന്നു വരും. പക്ഷേ നമ്മൾ പരിശ്രമിക്കണം. ഒരു മഹല്ലിൽ ഒരാൾ മരിച്ചാൽ ആ മരിച്ച മനുഷ്യൻ്റെ വീട്ടിൽ ചെന്നിട്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു ടീം, പക്ഷെ അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നുള്ളതാണ് നമുക്കുള്ള അവിടെ ഒരു ഭൗതിക താല്പര്യങ്ങൾ നേരത്തെ പറഞ്ഞമായിട്ടുള്ളതല്ല. കുഞ്ഞുമാ സൂചിപ്പിച്ചല്ലോ, എൻ്റെ ഇല്ലാത്ത സംഗതിയാണ്. നമ്മൾ എൻ്റെ ഉള്ള കാര്യം നമ്മൾ പഠിച്ചു, ഇത് അള്ളാഹു നമ്മളെ പറഞ്ഞ് ഏൽപ്പിച്ചാണ്, നിബിധങ്ങളെ നമ്മളെ പറഞ്ഞ് ഏൽപ്പിച്ചാണ്. ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണേ നമ്മൾ തയ്യാറായാൽ എന്തെങ്കിലും ഒരു കാലത്ത് ഇത് മനസ്സിലാവും. അത് തെളിവാണ് ഇപ്പോൾ നമ്മൾ തന്നെ ഉള്ളത്. പല ഭാഗങ്ങളും നമ്മൾ അറിഞ്ഞു വരാത്ത നല്ല മാറ്റങ്ങളില്ല. അപ്പം നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ പറഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് പിന്നെ ഇത് ഒരു ആൾക്കാരിപ്പോൾ ഒരു വിഷയം ഉണ്ടാകും പറഞ്ഞു, കുറേ സമ്പന്നരായ ആളുകൾ എവിടുന്നാ പൈസ പഠിച്ചോണ്ട് തരും. അപ്പോൾ നിങ്ങൾക്ക് ആരാ പൈസ? നമുക്ക് അള്ളാഹു തരും. എന്നാലും പൈസ കിട്ടും. അവസാനം നമ്മൾ പറഞ്ഞു നമ്മളെ കൂടെ ആകെ ഒരു ഡോക്ടറുണ്ട് കൃത്യമായിട്ട്, പിന്നെ ഉപര പെണ്ണുങ്ങളുണ്ടോ ആ ഡോക്ടറാണ്, പിന്നെ ഒരു ആർക്കിടെക്റ്റ് ഉണ്ട്, അതാണ് ഉള്ളത്, പിന്നെ കിട്ടർ ഉദ്യോഗസ്ഥന്മാർ കുറച്ചുണ്ട്, പിന്നെ ഒരു 5-6 മാഷന്മാരുണ്ട്. ബാക്കിയുള്ള എല്ലാം അന്നാന്ന് കഴിഞ്ഞു പോകണ കുറച്ച് ആൾക്കാരാണ്, വേറെ ആരുമില്ല. ഒരു 15 ആളുണ്ടാവും. വല്ല മാക്സിമം ആറ്റി കുറിക്കേണ്ട 15-ലധികം പെൻഷനും ശമ്പളവും വാങ്ങേണ്ട ആൾ നമ്മൾ കൂട്ടത്തിലില്ലല്ലോ, ബാക്കി കൂലിപ്പണിക്കാരല്ലേ. അപ്പോൾ ഇത് സമൂഹം ഏറ്റെടുത്തുകൊണ്ടാണ്. ഞാൻ ഇന്നലെ വേറെ സ്ഥലത്ത് പോയപ്പം വേറെ സംഘടനയെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര പണക്കാരുണ്ട്, ഈ പണക്കാരുണ്ട്. ഞാൻ പറഞ്ഞ് നമ്മളെ പണക്കാരൻ അതിനും വലുതാണ് പറഞ്ഞത്. ഒരു പ്രശ്നമില്ലാതെ അല്ല അവിടെയൊക്കെ ഉണ്ട്, ഇവിടെ എത്ര കൊടുക്കാമെന്ന് പറഞ്ഞു. അവൻ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഈ കണക്കുകൾ ഫുള്ള് ഈ പറഞ്ഞ് അത് നമ്മൾ തുടങ്ങുന്ന കാലത്ത് മൊബൈൽ പോലും ഇല്ലാത്ത കാലത്ത് തുടങ്ങിയ സംവിധാനം അതിന് ചില സഹായിക്കാൻ സന്നദ്ധമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇറങ്ങുക എന്നുള്ളതാണ്, നടത്തുക എന്നുള്ളത് റബ്ബിൻ്റെ പണിയാണ്. അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നേരത്തെ കുഞ്ഞുമോൻ പറഞ്ഞതുപോലെ ഒരു അടയാളപ്പെടുത്തലുകളുണ്ടായി, ഒരു ലക്ഷ്യം കണ്ട്. എൻ്റെ മുന്നിൽ ലക്ഷ്യം എല്ലാ മഹലിലും ഒരു യതീമും ആ മഹലിൽ മരിച്ച ഒരു കുട്ടീൻ്റെ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ആ വിധവ വേറെ സ്ഥലത്തേക്ക് ഈ 100-100 കിലോമീറ്റർ താണ്ടിയിട്ട് കൊണ്ടോട്ടിക്കോ എവിടേക്കോ പോണതിന് പകരം ആ ഒരാൾ മരിച്ചാൽ ആ മഹലിൽ തന്നെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാണ്. ഇതിൽ ഭൂമിയിൽ മാറ്റങ്ങളുണ്ടാവും. അത് നമുക്ക് നല്ല പ്രതീക്ഷിക്കണം. ഓരോ മഹലിലും അവിടെ മരിച്ചു വീണ ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കും, ഈ മഹലിൽ നിന്ന് പുറത്തേക്ക് കടത്തൂല, ഞങ്ങൾ നോക്കും എന്ന് ആർജവമുള്ള ഒരു സമൂഹം വളർന്നു വരണം. അതിനായിരിക്കട്ടെ നമ്മൾ പരിശ്രമം. പഠിച്ച സഹായിക്കട്ടെ. സുബാനക്കല്ലാഹു വന്ദിക്കാം. അസ്സലാമു അലൈക്കും.